Hi dear ones, welcome to my channel Ente Vidyalayam. Today we are going to discuss your textbook activities based on your mathematics second chapter parallel lines. This is the second part of our class. So that all of you watched the first part of this class. And today we are going to discuss from this problem onwards. In the figure, AB and DE are parallel. Compute the angles of both triangles. ഈ ഫിഗറിൽ ദിസ് എ ബി ആൻഡ് ദിസ് ഡി ഇ ആർ പാരലൽ. ഇതും പാരലൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസിലെയും എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. സോ ദർ ആർ ടു ട്രയാങ്കിൾസ്, ദിസ് ബിഗ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ദിസ് സ്മോൾ ട്രയാങ്കിൾ ഡി ഇ സി. അപ്പൊ എ ബി സിയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ദിസ് ആംഗിൾ എ, ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി. ആൻഡ് DEC എന്ന് പറഞ്ഞ സ്മോൾ ട്രയാങ്കിൾ ആംഗിൾസ് ഏതൊക്കെയാണ്? ദിസ് ആംഗിൾ ഡി ആൻഡ് ആംഗിൾ സി, ദെൻ ആംഗിൾ ഇ. ഈ മൂന്നെണ്ണാണ് ഈ സ്മോൾ ട്രയാങ്കിളിലെ ആംഗിൾസ്. സോ ഇതെല്ലാം കണ്ടുപിടിക്കണം നമുക്ക്. ദിസ് ആംഗിൾ ഈസ് ഗിവൺ, ആംഗിൾ എ ഈസ് 80 degree. So if two lines are parallel and if a cutting line is going like this, then നിങ്ങൾ പഠിച്ചു ഇതിൻ്റെ ഈ ആംഗിൾസ് ഒരേ പൊസിഷനിൽ വരുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇഫ് ദിസ് ഈസ് 80 degree, ദിസ് വൺ ഈസ് ഓൾസോ 80 degree. ഇത് 80 ആണ്. സോ ദിസ് ഈസ് ഓൾസോ 80 degree. റീസൺ ദീസ് ടു ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. ദാറ്റ് ഈസ് ഇഫ് angle BAC is equal to 80 degree, then angle EDC or CDE is also 80 degree. Reason corresponding angles. ഇനി ബ്രാക്കറ്റിൽ റീസൺ എഴുതുന്നത് നന്നായിരിക്കും. ദെൻ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കാം. ഇവിടെ ഈ ആംഗിൾ ആണ് 60 degree എന്ന് വന്നിരിക്കുന്നത്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദിസ് ആംഗിൾ. ഇത് ഇവിടെ ഇങ്ങോട്ടാണ് കട്ടിംഗ് ലൈൻ പോകുന്നത്. അപ്പൊ ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിളും 60 degree തന്നെ, because they are also corresponding angles. So if this DEC is 60 degree, then ABE or ABC is also 60 degree. Reason corresponding angles. So this is 60 degree. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടിയിട്ടുണ്ട്, 18, 16. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. നിങ്ങൾ നേരത്തെ പഠിച്ചു the sum of all angles in a triangle is 180 degree. എല്ലാത്തിൻ്റെയും സം 180 ആണ്. അതിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ മൂന്നാമത്തേത് കാണാൻ എന്ത് ചെയ്യണം? ആദ്യം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 80 + 60 140. ദെൻ സം 180 ആയതുകൊണ്ട് 180 നിന്നും ഈ 140 മൈനസ് ചെയ്യണം. That is 40 degree. So ഇവിടുത്തെ ആംഗിൾ ദിസ് ആംഗിൾ സി ഈസ് 40 degree. അപ്പോൾ ഈ ആംഗിൾ സി എന്ന് പറയുന്നത് ഈ ബിഗ് ട്രയാങ്കിളിനും ഈ സ്മോൾ ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ്. സോ ബിഗ് ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും ആയി, സ്മോൾ ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും ആയി. നെക്സ്റ്റ് വൺ. In the figure, this PQ and RS are parallel. Calculate all other angles in this figure. That is this line PQ, this is PQ and this is RS. These two are parallel. Then we have to compute all other angles. We have given this angle as 40 degree. നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ഈ ഇങ്ങനെ ലൈൻസ് പാരലൽ ആണെങ്കിൽ ഇസഡ് ഷേപ്പിൽ വരുന്ന ഈ ആംഗിൾസ്, ഇങ്ങനെ വരുന്ന ഇന്റീരിയറിൽ വരുന്ന ഈ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. റീസൺ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. സോ ദിസ് ഈസ് ഓൾട്ടർനേറ്റ് ആംഗിൾ. സോ ദിസ് ആംഗിൾ ഈസ് ഗിവൺ 40 degree ഹിയർ. സോ ദിസ് വൺ ഈസ് ഓൾസോ 40 degree. സോ ഇഫ് ദിസ് ഈസ് 40, ദെൻ നോക്കിക്കേ, ദിസ് ഈസ് ലൈക്ക് ആൻ ഇസഡ് ഷേപ്പ്. സോ ഇവിടെയും 40 degree ആയിരിക്കും. So angle TQP is 40 degree. Then angle SRT is also 40 degree. And reason is alternate angles. Like same രീതിയിൽ തന്നെ നമുക്ക് this angle is 60 എന്ന് തന്നിട്ടുണ്ട്. That is angle TPQ.
ആംഗിൾ അതിന് ഈ ഇസഡിന്റെ ഇങ്ങനത്തെ ഷേപ്പ് ഓർക്കുക. ഇവിടെ ഈ ആംഗിൾ ആണ് 60 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെയും 60 ഡിഗ്രി തന്നെ. സോ ആംഗിൾ ടി പി ക്യു 60 ഡിഗ്രി. സോ ഈ ആംഗിൾ എത്രയായിരിക്കണം? ആർ എസ് ടി അല്ലെങ്കിൽ ടി എസ് ആർ അതും 60 ഡിഗ്രി. സോ റീസൺ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. സോ ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഉണ്ട്. ഒന്നിത് ഒന്നിത്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. അല്ല, കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതാണ് ദ സം ഓഫ് ഓൾ ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ രണ്ടെണ്ണം അറിയാമെങ്കിൽ മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 60 + 40 100 ഡിഗ്രി. ദെൻ 180 നിന്നും ഈ 100 മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 180 മൈനസ് 100 80 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾസ് ഇൻ എ triangle. So this angle RTS is 80 degree. ഇനി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു when two lines cross each other, then the opposite pairs of angles are equal. That means these two angles are equal. If this is 80 degree, this one is also 80 degree. That is angle PTQ is 80 degree. Reason opposite angles. So the next one, in this figure AB parallel CD, compute the third angle. Here these two lines are parallel. We have to compute this third angle, this one. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി I am drawing another line parallel to both AB and CD. ഇതിന്റെ ഇടയ്ക്ക് ABക്കും CDക്കും parallel ആയിട്ട് ഒരു ലൈൻ വരച്ചു. ഇപ്പൊ ഇവിടെയും നമുക്കൊരു ഇസഡ് ഷേപ്പ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? ഇസഡ് ഷേപ്പ് പോലെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം they are alternate angles. So if this is 35, this one is also 35. So ഈ ഫിഗർ നോക്കൂ, ഇതിങ്ങനെയല്ലേ പോകുന്നത്. So if this is 35 degree, this angle is 35 degree. Similarly, നമുക്ക് ഈ ഇസഡിന്റെ റിവേഴ്സ് ഷേപ്പ് ആണല്ലോ ഇത്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ if this angle is 45 degree, this one is also 45 degree. ഇത് 45 ആയതുകൊണ്ട് ഇവിടെയും 45. Same reason, alternate angles. So ഈ ആംഗിളിലെ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി. ഇത് 35 ഇവിടെ 45. So the total is the sum of these two. That is 35 plus third angle is 35 plus 45 equal to 80 degree. Next problem, in the figure PR and ST are parallel. Is there any relation among the angles of the two triangles? ഈ ഫിഗറിൽ PR-ഉം ST-യും പാരലൽ ആണ്. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. അവരിലെ ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ രണ്ട് ട്രയാങ്കിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. ദിസ് ബിഗർ വൺ ആംഗിൾ ട്രയാങ്കിൾ PQR ആൻഡ് ദി സ്മോളർ വൺ ട്രയാങ്കിൾ SQT. അപ്പൊ ട്രയാങ്കിൾ PQR-ലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ P, angle Q and angle R. Similarly, triangle SQT-ലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ S, ആംഗിൾ Q and angle T. ഈ മൂന്ന് ആംഗിൾസും ഈ മൂന്ന് ആംഗിൾസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പൊ നോക്കാം. ഇങ്ങനെ രണ്ട് പാരലൽ ലൈൻസ് ആണ് പോകുന്നത്. ഇങ്ങനെ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. ആൻഡ് എ കട്ടിംഗ് ലൈൻ ഈസ് ഗോയിങ് ലൈക്ക് ദിസ്. ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ആംഗിളും ഈക്വൽ ആണ്. Because they are known as corresponding angles. So here this angle P equal to angle S. They are corresponding angles. Similarly, ഈ angle R-ഉം ഈ angle T-യും ഈക്വൽ ആണ്. They are also corresponding angles. ഇനി നോക്കിക്കേ, ഈ ആംഗിൾ Q എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ് അല്ലെ? അപ്പൊ രണ്ടിനും കോമൺ ആയതുകൊണ്ട് അത് ഈക്വൽ ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സോ നമുക്കിപ്പോ കണ്ടു, ഈ ബിഗർ വണ്ണിലെ മൂന്ന് ആംഗിൾസും ഈ സ്മോളർ വണ്ണിലെ മൂന്ന് ആംഗിൾസുമായിട്ട് ഈക്വൽ ആണ്. സോ ദ ആംഗിൾസ് ഓഫ് ദി ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ലാസ്റ്റ് പ്രോബ്ലം, ഇൻ ദ ഫിഗർ AB and CD are parallel. What is the relation between the angles of small and large triangles? ലാർജ് ട്രയാങ്കിളും സ്മോൾ ട്രയാങ്കിളും തമ്മിലുള്ള ആംഗിൾസിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ?
അപ്പോൾ ലാർജ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ ട്രയാങ്കിൾ എ പി ബി ആൻഡ് ദ സ്മോളർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ സി പി ഡി ആണ്. അപ്പോൾ ലാർജ് ട്രയാങ്കിളിലെ ആംഗിൾസ് എന്ന് പറയുന്നത് ഈ ആംഗിൾ ഉണ്ട്, ആംഗിൾ ബി ഉണ്ട്, ഈ ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേര് ആംഗിൾ എ പി ബി എന്ന് തന്നെ പറയണം, കാരണം ഈ പിയുടെ അവിടെ രണ്ട് ആംഗിൾ വരും. അപ്പൊ നമ്മൾ ഈ ലാർജിന്റെ ആംഗിൾ എ പി ബി. So these are the angles in large triangle, and the smaller triangle angles angle C, angle D and angle CPD. So ഇവര് മൂന്നും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ നമുക്ക് നോക്കാം. ഈ ലൈനും പാരലൽ ആണ് തന്നിട്ടുണ്ട്. This CD is parallel to AB and a cutting line is going like this. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു ഈ ആംഗിളും ഈക്വൽ ആണ്. They are known as alternate angles. So this angle A equal to this angle D, alternate angles. ഇനി Z തിരിച്ചുള്ള ഷേപ്പ് ഓർക്കുവാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C. They are also alternate angles. Then അടുത്ത പെയർ ഈ പെയറാണല്ലോ, ഈ ആംഗിൾ എ പി ബി ആൻഡ് ആംഗിൾ സി പി ഡി. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. സോ ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ സി പി ഡി. സോ ബിഗർ വൺസിലെ ഈ മൂന്ന് ആംഗിൾസും സ്മോളർ വൺസിലെ ഈ മൂന്ന് ആംഗിൾസുമായിട്ട് ഈക്വൽ ആണ്. ദ ആംഗിൾസ് ഇൻ ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ. So friends, our textbook activity is over. Then for doing more problems, you watch next part of this video. Thank you.